ഇപ്പോൾ ഈ തിരുവാതുക്കൽ ലോക്കൽ സെക്രട്ടറി ആ, അഭിലാഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോണായി ചേരുന്നുണ്ട്. അഭിലാഷ് ഈ വീട്ടിലുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിലാഷ് ഇപ്പോൾ അവിടെ ഉണ്ടോ, സ്ഥലത്തുണ്ടോ? അതെ, അതെ, ഇവിടെ വീട്ടിൽ തന്നെയുണ്ട്. വീടിന്റെ വശത്ത് തന്നെ ഉണ്ട്. ഇവരിപ്പോ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് ആരും തന്നെ വീടിനുള്ളിലേക്ക് കടത്തിവിടുന്നില്ല. ആ, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണോ വിജയകുമാറും ഭാര്യയും? അവരെയൊക്കെ അറിയാം, വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണോ? അതെ, വ്യക്തിപരമായിട്ട് എന്റേതാകുന്ന ബന്ധുവും കൂടാണ്. ഇവര് കസിനാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നേരത്തെ അവിടെ ജോലി ചെയ്തിരുന്ന അമിതാണ് ഇതിന്റെ പിന്നിലെന്നാണ് പ്രാഥമികമായി നിഗമനം ഇപ്പോൾ പോലീസ് പറയുന്നത്. പോലീസ് അങ്ങനൊരു ഇത് പറയുന്നുണ്ട്. അതിനെപ്പറ്റി കൃത്യമായിട്ട് ഞാനല്ല പറയുന്നത്, പോലീസ് തന്നെ അതിന്റെ ഉത്തരവാദിത്വം. അല്ല, പോലീസ് അങ്ങനെ ഈ അമിത്തിനെയൊക്കെ നിങ്ങൾക്ക് നേരത്തെ അവിടെ ചെന്നപ്പോഴൊക്കെ പരിചയമുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. നേരത്തെ വളരെ നേരത്തെ ഉണ്ടായ പ്രശ്നമായിരുന്നു അല്ലേ? ഇവിടെ നേരത്തെ സെപ്റ്റംബർ മാസത്തിലെങ്ങാണ്ടുണ്ടായതാണ് എന്നാണ് എനിക്കറിയാൻ പറ്റിയിരിക്കുന്നത്. അത് തന്നെയാണോ എന്നുള്ളത് പോലീസ് തന്നെ പറയേണ്ട കാര്യമാണ്. എനിക്കറിയാവുന്ന കാര്യം ഇവിടെ വന്നു വളരെ മൃഗീയമായാണ് കൊലപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് താങ്കൾ? ഞാന് ഒരു 8:45 കഴിഞ്ഞപ്പോ ആണ് അറിയുന്നത്. 8:45 കഴിഞ്ഞപ്പോ എന്നെ ഇവിടുന്ന് വിളിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അന്നേരം തന്നെ ഞാൻ ഇങ്ങോട്ട് വരികയും ഒരു 9:30 ആയപ്പോൾ ഞാൻ ഇതിനകത്ത് എത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ വിവരം ആരാണ് പോലീസിനെ അറിയിക്കുന്നത്? ഈ മൃതദേഹങ്ങൾ ആദ്യം കണ്ടത് അതൊക്കെ മനസ്സിലാക്കിയിരുന്നോ? ആദ്യമേ രേവമ്മ എന്ന് പറയുന്ന ഇവിടുത്തെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു തിരുവാർപ്പുകാരിയാണ്. അവര് രാവിലെ വരികയും ഇതിന്റെ അടുത്ത് തന്നെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി, ഒരു പ്രായം ചെന്ന ഒരു പുള്ളി ഇവിടെ താമസിക്കുന്നുണ്ട്. പുറകിലൊരു ചാർത്തുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചെവി കേൾവിക്കുറവുള്ള മനുഷ്യനാണ്. അവര് പക്ഷേ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല. പോലീസ് വരുമ്പോൾ ഈ ചേച്ചി വരുമ്പോൾ കതക് തുറന്നിട്ട് കാത്ത് കയറുമ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട് തോന്നുകയും അടുത്ത ബന്ധുവിനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്യുന്നത്. അഭിലാഷ്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ഒരു വലിയ കോമ്പൗണ്ടിനുള്ളിൽ ഒരു വീട് നിൽക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രദേശത്ത് ഒന്ന് വിളിച്ചാൽ കേൾക്കാനുള്ള ഇല്ല, നമുക്ക് ഒച്ച വെച്ചാൽ പോലും കേൾക്കാനുള്ള ഒരു ഇതില്ല. അത് അത്രയ്ക്കും വലിയൊരു കോമ്പൗണ്ടാണ്. ഒരു നല്ല അടുത്ത് നിന്ന് ഇതിനകത്തുനിന്ന് കൂവിയാൽ പോലും പുറത്ത് കേൾക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. പക്ഷെ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. CCTVയും ഈ പറയുന്ന പോലെ റിമോട്ട് കൺട്രോൾ ഗേറ്റും ഒക്കെ ഉണ്ട്. ഉണ്ട്. CCTV ചുറ്റും വെക്കുകയും അപ്പൊ ഇതിനെയൊക്കെ മറികടന്ന് അങ്ങോട്ടേക്ക് കയറണമെങ്കിൽ ഒരു പക്ഷേ ആ പ്രദേശം നല്ല പരിചയമുള്ള ഒരാൾ തന്നെ ആയിരിക്കില്ല, അങ്ങനെ സംശയിക്കേണ്ടി വരില്ലേ? അത് തീർച്ചയായിട്ടും മനു, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. ആ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ഒക്കെ സംശയവും അല്ലേ? അതെ, സംശയം. കാരണം ഇത് വലിയൊരു അറിയാവുന്ന ഒരാളായിരിക്കണമെന്ന് എന്റെ ഒരു ഇത്. കാരണം ഇത്രയും വീടുമായി ശീലമുള്ള അതിൻ്റെ അകത്തൊരു പട്ടിയുണ്ട്, 2 പട്ടിയുണ്ട്. ഒരു പട്ടി മരണപ്പെട്ടിട്ട് അധികം നാളുകളായില്ല. ഒരു പട്ടി ഈ പെരയ്ക്കകത്ത് തന്നെ ഉണ്ട്. ആ പട്ടി ഒരു പെറ്റ് ഡോഗായിട്ട് വളർത്തുന്ന ഒരെണ്ണമുണ്ട്. അത് അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്, ഒരു മുറിക്കകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഈ ചുറ്റുവട്ടത്ത് അടുത്ത് ഇല്ലെങ്കിൽ പോലും ആ പ്രദേശത്ത് മറ്റാളുകളോടൊക്കെ താങ്കൾ സംസാരിച്ചിരുന്നോ? എന്തെങ്കിലും സംശയാസ്പദമായി അവരെന്തെങ്കിലും ഒക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നോ? അങ്ങനെ ഒന്നും പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. അഭിലാഷിന്റെ വീട് ഈ വീടിന്റെ അടുത്ത പ്രദേശത്ത് തന്നെയാണോ അതോ ദൂരെയാണോ? അതെ, അടുത്ത പ്രദേശത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ ഒരു റിലേറ്റീവും കൂടാണ് ഇവര്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പോലീസിനോട് സംസാരിച്ചപ്പോൾ അവർ താങ്കളോട് പങ്കുവച്ച വിവരങ്ങൾ എന്താണ്? വളരെ മൃഗീയമായി മരണപ്പെട്ട് കിടക്കുന്നു എന്ന് തന്നെയാണ് അവര് എന്നോട് സൂചിപ്പിച്ചത്. 2 റൂമുകളിലായിട്ടാണ് കിടക്കുന്നതെന്നാണ് ഒരു സൂചിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഓക്കെ, താങ്ക് യു. എനിക്കറിയാം, വിഷമം എനിക്കറിയാം. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് താങ്കളോട് സംസാരിച്ചതാണ്. വളരെയധികം നന്ദി ഒരു അവസരത്തിൽ നമ്മളോട് സംസാരിച്ചതിന്. CPIMന്റെ തിരുവാതുക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അദ്ദേഹമാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു കൂടിയാണ് കൊല്ലപ്പെട്ട വിജയകുമാർ എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹം ആ ഒരു ദുഃഖത്തിലാണ് നമ്മളോട് സംസാരിച്ചത്.